നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം പ്രതിപക്ഷ നേതാവ് നയിച്ച പുതുയുഗ യാത്രയുടെ സമാപനത്തോടെ കോൺഗ്രസും UDFും സീറ്റ് വിഭജന ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും തമ്മിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ അന്തിമ ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഘടകകക്ഷികളായ ജോസഫ് ഗ്രൂപ്പ്, RSP, CMP എന്നീ കക്ഷികളുമായുള്ള ചർച്ച നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക UDFിലെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ പ്രഖ്യാപിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം കൃത്യമായൊരു പട്ടിക കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുമതി നൽകിക്കൊണ്ട് ഈ പട്ടിക ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുറത്തു വരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ സിറ്റിംഗ് MLAമാരിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച തൃപ്പൂണിത്തറ MLA കെ ബാബു, അതുപോലെ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്നീ രണ്ടുപേരൊഴികെ മറ്റെല്ലാവരും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരത്തിന് ഇറങ്ങുമെന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനമായിട്ടുള്ളതാണ്. ഇതിനു പുറമെ 20 നിയോജക മണ്ഡലങ്ങളിലേക്ക് ഐക്യകണ്ഠേന സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 40 പേരുടെ പ്രാഥമിക പട്ടികയായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഉടനടി തന്നെ പുറത്തുവിടുവാൻ പോകുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സിറ്റിംഗ് MLAമാർക്ക് പുറമെ ഉൾപ്പെട്ടിട്ടുള്ള 20 പേർ ആരൊക്കെയാണെന്നും അവർ മത്സരിക്കാനിരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആദ്യ വ്യക്തി എന്ന് പറയുന്നത് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ K മുരളീധരനാണ്. 2011ലും 2016ലും താൻ നിയമസഭയിൽ പ്രതിനിധീകരിച്ച വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയായിരിക്കും 2026ലും മുരളി ജനവിധി തേടുക. ശക്തമായ ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യതയുള്ള മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന വട്ടിയൂർക്കാവിൽ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് മേൽക്കൈ നൽകുമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പട്ടികയിൽ രണ്ടാമതായി ഇടം നേടിയിരിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പകരക്കാരനായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന രമേശ് പിഷാരടിയാണ്. ചലച്ചിത്ര പ്രവർത്തകനായ രമേശ് പിഷാരടിയെ പാലക്കാടേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് പാലക്കാടിൻ്റെ മുൻ MLA കൂടിയായ ഇപ്പോഴത്തെ വടകര MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിലിൻ്റെ കൂടി ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ്. മൂന്നാമതായി എറണാകുളം ജില്ലയിലെ സംവരണ സീറ്റായിട്ടുള്ള കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് 2011ലും 2016ലും ഇവിടെ നിന്ന് വിജയിച്ച് കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന VP സജീന്ദ്രൻ എന്ന KPCC വൈസ് പ്രസിഡന്റിനെയും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ സംവരണ സീറ്റായ അടൂരിലേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നത് രമ്യ ഹരിദാസാണ്. ആലത്തൂരിൻ്റെ MP ആയിട്ടിരുന്ന രമ്യ ഹരിദാസിനെ നിരവധി സംവരണ സീറ്റുകളിലേക്ക് ഇത്തവണ സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരുന്നു. എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസ് അടൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയായാൽ ദീർഘകാലമായി തങ്ങൾക്ക് കൈവിട്ടു പോയിരിക്കുന്ന ഈ നിയോജക മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള സുവർണാവസരമാകും ഇതെന്ന വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ 3 ടേം ജനപ്രതിനിധിയായിരുന്ന ഈ അടുത്ത കാലത്ത് CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്ന P ഐഷ പോറ്റി തന്നെയായിരിക്കും കോൺഗ്രസിന് വേണ്ടി 2026ൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള ശുപാർശയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സീറ്റിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് മത്സരിക്കുമെന്ന കാര്യത്തിലും ഐക്യകണ്ഠേന തീരുമാനമെടുക്കുവാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സീറ്റിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെയാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബിനു ചുള്ളിയിലിൻ്റെ പേരാണ് സംസ്ഥാന നേതൃത്വം ഐക്യകണ്ഠേന ദേശീയ നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ കൈമാറിയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ സീറ്റിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ TV ചന്ദ്രമോഹൻ മത്സരിക്കുമെന്ന കാര്യത്തിലും പാർട്ടി നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു സീറ്റായിട്ടുള്ള മണലൂരിൽ നിന്ന് AICC സെക്രട്ടറിയും മുൻ MLAയും മുൻ MPയുമായിട്ടുള്ള TN പ്രതാപൻ മത്സരത്തിന് ഇറങ്ങുന്ന കാര്യത്തിലും സംസ്ഥാന നേതൃത്വം ഐക്യകണ്ഠേനയാണ് പാർട്ടി നേതൃത്വത്തിന് ശുപാർശ നൽകിയിട്ടുള്ളത്. കോങ്ങാട് സീറ്റിലേക്ക് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KA തുളസിയെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ഐക്യകണ്ഠേന നിർദ്ദേശിച്ചിട്ടുള്ളത്. KA തുളസി എന്ന് പറയുന്നത് പാലക്കാട് MLA ആയ VK ശ്രീകണ്ഠൻ്റെ ഭാര്യ കൂടിയാണ്. അതുപോലെ പൊന്നാനി മണ്ഡലത്തിലേക്ക് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നൌഷാദ് അലിയെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഇടതിൻ്റെ കുത്തക സീറ്റായ കോഴിക്കോട് നോർത്തിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറിയും K സുധാകരൻ്റെ കാലത്ത് സംഘടനാകാര്യ ചുമതല വഹിച്ചിട്ടുള്ള നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് KA ജയന്തിനെയും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഇടതുമുന്നണിയുടെ മറ്റൊരു കുത്തക സീറ്റാണ് വനം മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന ഏലത്തൂർ സീറ്റ് എന്ന് പറയുന്നത്. KC വേണുഗോപാൽ പക്ഷക്കാരിയും KPCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനെയാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുവാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് ഇപ്പോൾ ഐക്യകണ്ഠേന ശുപാർശ ചെയ്തിട്ടുള്ളത്.
അതുപോലെ പാലക്കാട് ജില്ലയിലെ തൃത്താല സീറ്റിൻ്റെ കാര്യത്തിലും തർക്കങ്ങളൊന്നും പാർട്ടിയിൽ ഉടലെടുത്തിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. 2011ലും 2016ലും കോൺഗ്രസിന് വേണ്ടി തൃത്താലയിൽ നിന്ന് വിജയിച്ച് കയറിയിട്ടുള്ള KPCC വൈസ് പ്രസിഡന്റ് PT ബൽറാമിനെയാണ് തൃത്താലയിൽ നിന്ന് വീണ്ടും 2026ലേക്ക് ഐക്യകണ്ഠേന പാർട്ടി നേതൃത്വം ശുപാർശ ചെയ്തിരിക്കുന്നത്. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂരിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമഘട്ടം വരെ ഇടം പിടിച്ചിരുന്ന മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് വിട്ടുകിട്ടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ തിരുവമ്പാടി വിട്ടുകിട്ടുന്ന പക്ഷം VS ജോയി തിരുവമ്പാടിയിൽ നിന്ന് മത്സരിക്കുമെന്നും അത്തരത്തിൽ ലീഗിൽ നിന്ന് തിരുവമ്പാടി വിട്ടുകിട്ടാത്ത ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ സീറ്റിൽ നിന്ന് VS ജോയി ജനവിധി തേടുമെന്നും കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേന തന്നെ ദേശീയ നേതൃത്വം ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സീറ്റിൽ നിന്ന് മുൻ KPCC അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്ന സൂചനകളായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്നാൽ പാർട്ടി ജില്ലാ നേതൃത്വം ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലേക്ക് ഐക്യകണ്ഠേന ശുപാർശ ചെയ്തിരിക്കുന്ന പേര് DCC അധ്യക്ഷനായിട്ടുള്ള K പ്രവീൺകുമാറിൻ്റേതാണ്. പ്രവീൺകുമാർ 2016ലും 2021ലും അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഐക്യകണ്ഠേന നിശ്ചയിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിനെയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ സീറ്റ് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ നിന്ന് പാർട്ടി നേതൃത്വം ഐക്യകണ്ഠേന ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള K നീലകണ്ഠന്റെ പേരാണ്. അതുപോലെ കൊല്ലം ജില്ലയിലെ പുനലൂർ സീറ്റ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു സീറ്റാണ്. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ എന്ന യുവ നേതാവിൻ്റെ പേരിനാണ് പാർട്ടി ഐക്യകണ്ഠേന ഈ മണ്ഡലത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. സിറ്റിംഗ് MLAമാരെ കൂടാതെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന നേതാക്കളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യുവാക്കൾക്ക് കൃത്യമായ ഒരു പ്രാതിനിധ്യം നൽകുവാൻ കോൺഗ്രസ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ കുത്തക സീറ്റുകളിൽ പോലും ശക്തമായ മത്സരം ഉറപ്പാക്കുന്നതിന് വേണ്ടി അതിശക്തരായിട്ടുള്ള ജനകീയതയുള്ള മികച്ച സംഘാടകരായിട്ടുള്ള നേതാക്കളെ അവതരിപ്പിക്കുവാനും പാർട്ടി നേതൃത്വം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 40 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഈ ഒരു മേൽക്കൈ നേടുവാൻ കഴിയും എന്നുള്ള കൃത്യമായ ഒരു ധാരണയും കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട്. സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 20 സീറ്റുകളിലേക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ കഴിഞ്ഞത് പാർട്ടിയുടെ വലിയൊരു നേട്ടമായിട്ടും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നീ നേതാക്കൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാർട്ടിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് കോൺഗ്രസിന് വലിയ ആവേശം സമ്മാനിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഏറെക്കുറെ 6 മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുള്ള വിവിധ സർവേകളുടെ കണ്ടെത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 20 നിയോജക മണ്ഡലത്തിലേക്ക് ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നുള്ള വിവരവും ഈ പട്ടികയിൽ ഉൾപ്പെടുവാൻ പോകുന്ന നേതാക്കളും അവരുടെ മണ്ഡലങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.